ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായുണ്ട്. ബൽറാം, എല്ലാ എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു വിജയത്തിലേക്ക് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം കടന്നിരിക്കുന്നു. ഇന്ത്യ സഖ്യം ജമ്മു കാശ്മീരിൽ അധികാരത്തിൽ വരുന്നു. ഒമർ അബ്ദുള്ള വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്നയാളാണ് ഒമർ അബ്ദുള്ള. അവിടെ ഒരു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി എന്നതിനു വേണ്ടി നിലകൊള്ളുകയും അത് തിരികെ കൊണ്ടുവരും എന്നതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായി ഉയർത്തുകയും ചെയ്തതാണ് നാഷണൽ കോൺഫറൻസ്. അതിന് കിട്ടിയ ജനസമ്മതിയാണോ ഈ വിജയം? എങ്ങനെയാണ് ഇന്ത്യ ക്യാമ്പ് ഈ വിജയത്തെ കാണുന്നത്? എന്താണ് കശ്മീരിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ? ഗോപീകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കൃത്യം രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ജമ്മു കശ്മീരിൽ ഇത്തവണത്തേത്. അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ്, 10 വർഷത്തിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ്, സംസ്ഥാന പദവി നഷ്ടപ്പെട്ട ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ്. ഇതിൽ വിധി എഴുതിയപ്പോൾ ജനങ്ങൾ അത് കൃത്യമായി പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അത് ഇന്ത്യ സഖ്യത്തിലേക്ക് വന്ന വോട്ടുകളായാലും BJP-യിലേക്ക് പോയ വോട്ടുകളായാലും കൃത്യമായ രാഷ്ട്രീയ ായിരുന്നു. എന്നാൽ ഈ അനുച്ഛേദം 370 എതിരായ ജനങ്ങളുടെ പൊതുവികാരം തന്നെയാണ് പ്രതിഫലിച്ചത് എന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത ആളുകളുടെ അല്ലെങ്കിൽ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ വ്യക്തമാകും. ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് കറുത്ത കുതിരയായി മാറിയത് നാഷണൽ കോൺഫറൻസ് തന്നെയാണ്. 40-ലേറെ സീറ്റുകൾ ജയിക്കുകയോ മുന്നേറുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു NC എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഗോപീകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ NC നേതാക്കളായ ഒമർ അബ്ദുള്ളയും ഫാറൂഖ് അബ്ദുള്ളയും തന്നെയാണ് ായിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടരെ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരായ പ്രതിഷേധങ്ങൾ തുടർന്ന് മാസങ്ങളോളം വീട്ടുതടങ്കലിൽ ഉണ്ടാകുന്ന സാഹചര്യം, അതിനെ എതിർത്തുകൊണ്ട് ശക്തമായ നിലപാടുമായി വീണ്ടും പരസ്യമായി രംഗത്ത് വന്നുകൊണ്ട് ഇരുന്ന ഈ നേതാക്കൾക്ക് തന്നെയാണ് മികച്ച വിജയം നേടാനായത്. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരെ വിശ്വാസത്തിലെടുത്തു, അവരോടൊപ്പം നിന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ 12 സീറ്റുകളിലെ ോളമായി ചുരുങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ കശ്മീർ മേഖലയിലാണ് കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ജമ്മു മേഖലയിൽ എന്നാൽ BJP വലിയ നേട്ടം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. BJPക്ക് അധികാരം പിടിക്കാമെന്ന മോഹമുണ്ടായിരുന്നു. അത് െങ്കിൽ പോലും സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു നിലവിലെ ലീഡ് നില അനുസരിച്ചും എന്നുള്ളത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണത്തെ 25-ൽ നിന്നും മുകളിലേക്ക് സീറ്റ് നില വളർത്താൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് ജമ്മുവിൽ മേഖലയിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന 23 മണ്ഡലങ്ങളിൽ 22 വിജയിക്കാൻ BJPക്കായി. എന്നാൽ കശ്മീർ മേഖലയിൽ ഒരു സീറ്റ് പോലും വിജയിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. സ്വതന്ത്രരും ഒപ്പം തന്നെ ചെറു പാർട്ടികളും കറുത്ത കുതിരകളാകും എന്നുള്ള പ്രവചനങ്ങൾ അപ്പാടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഈ എഞ്ചിനീയർ റാഷിദിന് ഒരു സീറ്റ് മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഇത്തരത്തിൽ മറ്റു പാർട്ടികൾക്കും ഏറ്റവും പ്രധാനം എന്നുള്ളത് PDP കഴിഞ്ഞ തവണ 2014-ൽ BJPയോടൊപ്പം അധികാരം പങ്കിട്ട PDP തകർന്നടിഞ്ഞിരിക്കുന്നു. ഇൽത്തിജ മുഫ്തി പോലും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പരാജയം സമ്മതിച്ചിരിക്കുകയാണ് മുഫ്തി കുടുംബവും PDPയും. അതേസമയം NCക്ക് വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. NCയുടെ തോളിൽ കോൺഗ്രസിനും അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ജമ്മു കശ്മീരിലെ ചിത്രം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ജമ്മു കാശ്മീരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.